ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുൻപ് കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെക്സ്റ്റ്, അത് നമുക്ക് നോക്കാം. ഇഫ് 2 and 3 ആർ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ, ഷുഡ് 6 ഓൾസോ ബി എ ഫാക്ടർ ഓഫ് ദാറ്റ് നമ്പർ? അതായത് ഏതോ ഒരു നമ്പർ ഉണ്ട്, ഏതോ ഒരു നമ്പർ ഇവിടെ ഇരിപ്പുണ്ട്, 2ഉം 3യും ഈ നമ്പറിന്റെ ഫാക്ടർ ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം അല്ലേ? 2 and 3 ആർ ഫാക്ടേഴ്സ്. ഈ 2, 3 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ആലോചിച്ച് നോക്കിയാ, ദർ ഇസ് നോ കോമൺ ഫാക്ടർ. ഇവർക്ക് രണ്ടുപേരുടെ ഇടയിൽ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതായത് 2നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് കൊണ്ട് എനിക്ക് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് 2 into 3 എന്ന് പറയുന്നത് 6. 6ഉം ഈ പറഞ്ഞ നമ്പറിലെ ആദ്യം പറഞ്ഞ നമ്പറിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇങ്ങനെയുള്ള നമ്പേഴ്സിന് ഒരു പേരുണ്ട്, കോ പ്രൈം നമ്പേഴ്സ് എന്നാണ് പറയാ. അതായത് ഇവരുടെ ഇടയിൽ വേറെ ഫാക്ടേഴ്സ് ഇല്ല, ഇവർക്ക് കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അവരെ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ കോ പ്രൈം നമ്പേഴ്സ് ഇവിടെ ഫാക്ടർ ആയിട്ട് ഏതോ ഒരു നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇവിടത്തെ ഈ ക്വസ്റ്റിനകത്ത് 2ഉം 3യും ഏതോ ഒരു നമ്പറിന്റെ ഫാക്ടർ ആണ് എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 6ഉം ആ പറഞ്ഞ നമ്പറിന്റെ ഫാക്ടർ ആയിരിക്കും. ഇനി അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇഫ് 3 and 5 ആർ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ, ഷുഡ് 15 ഓൾസോ ബി എ ഫാക്ടർ ഓഫ് ദാറ്റ് നമ്പർ? അപ്പൊ ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ എനിക്ക് 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3, 5 ഇവരുടെ ഇടയിൽ വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. അതായത് 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് എനിക്ക് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവരും കോ പ്രൈം നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് 3 into 5 എന്ന് പറയുന്ന 15ഉം ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ഏതോ ഒരു നമ്പർ ഇല്ലേ, ആ നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2 കൊണ്ട് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ നമുക്ക് 18 എടുക്കാം. 18നെ എനിക്ക് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ നമ്പറിനെ എനിക്ക് 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? 6ന്റെ ടേബിളിലും 18 ഇരിപ്പുണ്ട്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചായിരുന്നു അല്ലേ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിലും വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇത് 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ നമുക്ക് 30 എടുക്കാം. 30നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇത് 15 into 2 ആണ് 30 എന്ന് പറയുന്നയാള്. അപ്പൊ അതാണ് 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെനിക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാ, ഇഫ് 4 and 6 ആർ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ, ഷുഡ് 24 ഓൾസോ ബി എ ഫാക്ടർ ഓഫ് ദാറ്റ് നമ്പർ? അപ്പൊ 4ഉം 6ഉം കൊണ്ട് ഫാക്ടർ ആയിട്ടൊരു നമ്പർ ഉണ്ട്. അതായത് ഏതോ ഒരു നമ്പർ, വലിയൊരു നമ്പർ ആണ്, ആ നമ്പറിനെ എനിക്ക് 4 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 4ഉം 6ഉം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, 4ന്റെ ഫാക്ടർ, അതായത് 4 എന്ന് പറയുന്നത് 2ന്റെ ടേബിളിലുണ്ട് അല്ലേ, 6ഉം 2ന്റെ ടേബിളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് കോമൺ ആയിട്ട് 2 ആണ് ഫാക്ടർ ആയിട്ട് വരുന്നത്. കോമൺ ഫാക്ടർ ഈസ് ദർ, 2 ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവര് നോട്ട് കോ പ്രൈം നമ്പേഴ്സ്. ഇവർ കോ പ്രൈം അല്ല, ഇവരുടെ ഇടയിൽ കോമൺ ഫാക്ടർ ഇരിപ്പുണ്ട്. അങ്ങനെയാവുമ്പോൾ 4 into 6, അതായത് 24 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആവണമെന്നില്ല. ഓക്കെ, ഇപ്പൊ 6ഉം 4ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ നമുക്ക് 12 എടുക്കാം അല്ലെ? ഓക്കെ, 12നെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 12നെ എനിക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡെസിമൽ ആയിട്ടേ വരുള്ളൂ ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പൊ അതാണ് പ്രത്യേകത. അപ്പോ കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 4 and 6 ആർ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ വി ക്യാൻ സേ ഫോർ ഷുവർ ഈസ് എ ഫാക്ടർ ഓഫ് ദാറ്റ് നമ്പർ? അതായത് 4 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതോ ഒരു നമ്പർ ഉണ്ട്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ വി ക്യാൻ സേ ഫോർ ഷുവർ ഈസ് എ ഫാക്ടർ ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. കാരണം 12 എന്ന് പറയുന്നത് 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 12ന്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് നോക്കിയാൽ, 12ന്റെ താഴെ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് നോക്കിക്കോ, 1 തൊട്ട് അങ്ങോട്ടുള്ള ഏത് നമ്പർ എടുത്താലും 4 കൊണ്ടും 6 കൊണ്ടും ഒന്നിച്ച് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആരുമില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാം. 4ന്റെ ടേബിളില് 4 into 1,
4 into 2, 4 into 3, 4 into 4 ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് എഴുതാം. ഇത് 4 വന്നു, 8, 12, 16. അതുപോലെ 6ന്റെ ടേബിളിൽ 6 into 1 6, 6 into 2 12, 6 into 3 18, 6 into 4 24 ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? ഇത് കണ്ടു, ഈ രണ്ടുപേരുടെയും ടേബിളില് കോമൺ ആയിട്ട് വരുന്ന നമ്പർ 12 ആണ്. അപ്പൊ ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ വി ക്യാൻ സേ ഫോർ ഷുവർ ഇസ് എ ഫാക്ടർ. അപ്പം 12 ഈ പറഞ്ഞ നമ്പറിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരും. ഓക്കെ, ഇനി given two factors of a number, under what conditions we can say for sure that the product of these factors is also a factor? അവർ കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ മുമ്പ് പറഞ്ഞില്ലായിരുന്നു, ഇപ്പൊ 3 5 അല്ലെങ്കിൽ 2 3, ഇനിയിപ്പോ 5 7 വേണമെങ്കിൽ പറയാം. 5 7 അങ്ങനത്തെ എല്ലാ നമ്പേഴ്സ് എക്സാമ്പിൾസ് ആണ്. കാരണം 5ന്റെ 7ന്റെ ഇടയിൽ വേറെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഇപ്പൊ 12 എനിക്ക് എടുക്കാം, 12ഉം 13ഉം എനിക്ക് എടുക്കാം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 13ഉം കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും പറയാം, അങ്ങനെയാണെങ്കിൽ ആ നമ്പർ 12 into 13ഉം കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഫാക്ടേഴ്സ് എഴുതാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 72, എല്ലാ ഫാക്ടറും കണ്ടുപിടിക്കണം കേട്ടോ. 72ന്റെ എല്ലാ ഫാക്ടറും വേണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് 72നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറയും. അതായത് പ്രൈം നമ്പേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? പ്രൈം നമ്പേഴ്സ് 1 ഇല്ല കേട്ടോ, 1 ഒഴിച്ച് പിന്നെ 2 ഉണ്ട്, 3 ഉണ്ട്, 5 7 8 9 10 ഒന്നുമില്ല, പിന്നെ വരുന്നത് 11 13 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആയിരുന്നു പ്രൈം നമ്പേഴ്സ്. അപ്പൊ അത് ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ശരിക്കും ഒന്നുകൂടി കണ്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ 2 ആദ്യം വന്ന നമ്പർ 2 ആ. ഈ 72 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 72 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 times 2 6 ആണ് അല്ലെ? 6 കഴിഞ്ഞു. 7ൽ നിന്ന് 6 പോയാൽ ബാക്കി 1 ഉണ്ട്. ഈ 1ഉം 2ഉം കൂടി ഒന്നിച്ചിരുന്നാൽ 12. 12ല് 2 6 ടൈംസ്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് 36 ആണ് കിട്ടിയിരിക്കുന്നത്. അതും ഈവൻ നമ്പർ ആയിട്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. 3ല് 2 1 ടൈം, 3ന്ന് 2 പോയാൽ ബാക്കി 1 ഉണ്ട്. 16 ആയി. 16ല് 2 8 ടൈംസ്. ഇനി വീണ്ടും 18 എന്ന് പറയുന്നത് ഈവൺ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 18 2ന്റെ ടേബിളിൽ ഉണ്ടല്ലോ, 9 times 2 ആണ്. 9 വന്നു. 9നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അത് ഓഡ് നമ്പർ ആണ്, ഈവൺ അല്ല. അപ്പൊ ഇനി അടുത്ത ആള് 3. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 into 3 ആണ് 9 വന്നത്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? 72 എന്ന് പറയുന്നത് 2 into 2 into 2 into 3 into 3 ആണ്. ഓക്കെ, 2 into 2 into 2 into 3 into 3 ആണ് 72. അപ്പൊ ഇനി ആദ്യം നമ്മൾ നോക്കുന്നത് എത്ര ഫാക്ടേഴ്സ് കിട്ടും. ഇവിടെ 2 എത്ര എണ്ണം ഉണ്ട്? 2 3 എണ്ണം ഉണ്ട്. അപ്പൊ 3 + 1 ഇടുക. ഇവിടെ 3 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 + 1 ഇടുക. ഓക്കെ, 3 + 1 എന്ന് പറഞ്ഞാൽ 4, 2 + 1 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 4 into 3 ചെയ്താൽ 12 ആണ് കിട്ടുന്നത്. ഈ പറഞ്ഞ 72ന് 12 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. 72ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. അതില് 2 റിപ്പീറ്റ് അടിച്ചു വന്നു. എത്ര പ്രാവശ്യം 2 വന്നു എന്ന് നോക്കി. 3 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പൊ 3 + 1 ചെയ്ത് വെച്ചു. പിന്നെ വന്നത് 3 ആയിരുന്നു. ഫാക്ടർ ആയിട്ട് വന്നത് 3 ആയിരുന്നു. 3 എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം വന്നു. അപ്പൊ 2നെ ഒന്ന് +1 ചെയ്ത് വെച്ചു. ഇനി ഈ രണ്ട് നമ്പേഴ്സിലെ 3 + 1 4ഉം 2 + 1 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന 12 ആണ്. ആ 12 ഫാക്ടേഴ്സ് ആയിരിക്കും 72ന് ഉണ്ടാവുന്നത്. ഇനി അപ്പൊ നമുക്ക് 12 ഫാക്ടേഴ്സ് എഴുതണം അല്ലേ? അത് നമുക്ക് ടേബിൾ ആക്കി എഴുതാൻ പഠിക്കാം. ഓക്കെ, 12 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ടേബിളിന്റെ ഹെഡിങ് എങ്ങനെയാണെന്ന് ആദ്യം പറയാം. ഓക്കെ, ഇവിടെ 2ഉം 3യും മാത്രമേ ഉള്ളൂ ഫാക്ടർ ആയിട്ട് വരുന്നത് അല്ലെ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ 1 എപ്പോഴും 72ന്റെ ഫാക്ടർ ഇല്ല. ആ നമ്പറുടെ ഫാക്ടറിൽ പെട്ടയാളാണ് 1. ഓക്കെ, അതുപോലെ 72 ഇറ്റ്സെൽഫ് ഈസ് എ ഫാക്ടർ. ഇവിടെ 72 തന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 72 ഓൾസോ എസ് എ ഫാക്ടർ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ 2 ആണ് നമ്മൾ തുടങ്ങുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എഴുതുന്നത് നോ 2, അതായത് ഒരു 2 ഇല്ല. പിന്നെ 1 2 2 2
3 2. കാരണം 3 2 വരെ ഈ 72ന്റെ അകത്ത് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ 3 എടുക്കുക. 3 എടുക്കുമ്പോൾ ആദ്യം തുടങ്ങുന്നത് നോ 3, പിന്നെ 1 3 2 3. കാരണം 2 പ്രാവശ്യം 3 അതിനകത്ത് ഇരിപ്പുണ്ട് അല്ലെ 72വിനകത്ത്. ഓക്കെ, 2 3 എന്ന് എഴുതി. ഇനി നമ്മൾ ഇതാണ് കോളം ആക്കി എഴുതാൻ പോകുന്നത്. ഇങ്ങനത്തെ കോളം കണ്ടിട്ടുണ്ടാവും സ്കൂളിലൊക്കെ ചെയ്യുമ്പോ. അതിന്റെ മീനിങ് ഇങ്ങനെയാ വരുന്നത്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞ ഈ 3 3 2 2 എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് നോക്കാം. ഇവിടുന്ന് കിട്ടും നമ്മുടെ എല്ലാ ഫാക്ടേഴ്സും കേട്ടോ. ഈ ഒരു ടേബിളിന്റെ അകത്ത് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതില് നോ 2 എന്ന് പറഞ്ഞാൽ അത് 1 എന്നാണ് അർത്ഥം. 1 2 എന്ന് പറഞ്ഞാൽ 2. 2 2 എന്ന് പറഞ്ഞാൽ 2 into 2 4. 3 2 എന്ന് പറയുമ്പോൾ 2 into 2 into 2 8. ഇങ്ങനെയാണ് മീനിങ് വരുന്നത്. അപ്പൊ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ഇനി നോ 3 എന്ന് പറഞ്ഞാൽ അത് 1ന്റെ കോളം ആണെന്ന്, 1ന്റെ റോ ആണ്. ഇനി 1 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ. 2 3s എന്ന് പറയുമ്പോൾ 3 into 3 9 ആണ് ഇവിടുത്തെ നമ്പർ. ഇനി ഇതൊരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് എഴുതാം. 1 into 1 1, 1 into 2 2, 1 into 4 4, 1 into 8 8. കണ്ടോ? ഇനി ഇവിടെ അങ്ങോട്ട് ഗെയിം ആണ്. ഇനി ഇത് നോക്കിയാൽ 3 into 1 3. ഇവിടെ വന്നയാള് 3 ആയിരുന്നു. 3 into 2 6, 3 into 4 12, 3 into 8 24. കണ്ടോ? ഓരോ റോയും ഓരോ കോളവും ഓരോ നമ്പറുകളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നോക്കിയെടുക്കുന്നത് കേട്ടോ. ഇവിടെ 2 3 എന്ന് പറഞ്ഞാൽ 3 into 3 9 ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ 9 into 1 9, 9 into 2 18, 9 into 4 36, 9 into 8 72. അപ്പൊ നോക്കിക്കേ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് 72. 1 2 4 8 3 6 12 24 9 18 36 72. ഓക്കെ, ഇത് എളുപ്പമല്ലേ? അപ്പോ ആദ്യം ചെയ്യേണ്ടത് പ്രൈം ഫാക്ടറൈസേഷൻ, പിന്നെ അവിടെ തന്നെ ആലോചിച്ച് വെക്കണം എത്ര ഫാക്ടേഴ്സ് വരുമെന്ന്. കാരണം അത് തെറ്റിപ്പോയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 12 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എണ്ണി നോക്കാം 12 ഉണ്ടോ. ഇവിടെ എത്ര കോളം വന്നു നമുക്ക്? 1 2 3 4, 4 കോളവും 3 റോയും. 4 into 3 12 കിട്ടും. ഇതിന്റെ അകത്തിരിക്കുന്നത് 12 നമ്പേഴ്സ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ ഫൈൻഡ് ദ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം. ടെക്സ്റ്റ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. സോ ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ. ആദ്യം വന്നേക്കുന്നത് 256 ആണ്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലെ? പ്രൈം ഫാക്ടറൈസ്. അപ്പൊ പ്രൈം നമ്പേഴ്സ് മറന്നു പോകരുത്. 2 3 5 7 11 ഇങ്ങനെ പോകുന്നവരാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ 256 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ആദ്യമേ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2വിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 5നെ കഴിഞ്ഞു അല്ലെ? അവിടെ റിമൈൻഡർ ഒന്നുമില്ല. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 times 2 4. അപ്പൊ ഇവിടെ 5ന്ന് 4 പോയ ബാക്കി 1 ഉണ്ട്. 16ല് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടി. 128. ഇനി 128നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 12 എടുത്തു. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 times. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 times. ഇനി ഇതും ഈവൻ നമ്പർ ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. ഇപ്പൊ വീണ്ടും ഇതാരാണ്? ഈവൻ നമ്പർ ആണ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3ക്കകത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 times 2 2. ബാക്കി 1 ഉണ്ട്. 12 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 16 എന്ന് വന്നു. ഇനി 16ഉം ഈവൻ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം 2 into 8 ആണ് 16. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 into 4 ആണ് 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 into 2 ആണ് 4. അങ്ങനെ കഴിഞ്ഞു. അവസാനം 2 വന്നിട്ടുണ്ട്. അവസാനം വേണമെങ്കിൽ 1 നിർത്താം കേട്ടോ. ഇവിടെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വീണ്ടും 1 വരും. ഈ 1 എഴുതണം നിർബന്ധമില്ല. ഇപ്പൊ എന്തായാലും എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6 7 8. അപ്പൊ 8 പ്രാവശ്യം 2 എഴുതണം അല്ലെ? 1 2 3 4
5, 6, 7, 8. ഇതാണ് 256 എന്ന് പറയുന്ന നമ്പർ. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് ഇരിപ്പുണ്ട് അല്ലെ 256-നകത്ത്. അപ്പൊ ഇതിൽ നിന്ന് ഇനി നമ്മൾ എങ്ങനെ ബാക്കി എല്ലാ കോമ്പിനേഷൻസും എടുക്കും, ഇതുപോലെ തന്നെ ചാർട്ടായിട്ട് എടുക്കാം. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രത്യേകത, ആകപ്പാടെ 2 ആണ് വരുന്നത്, മാറി മാറി മാറി. എത്ര പ്രാവശ്യം വന്നു? 8 പ്രാവശ്യം വന്നു. അപ്പോൾ 9 ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെ 9 എന്ന് കിട്ടിയേ? ഒരേ നമ്പർ ആണ് ഈ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ പ്രൈം നമ്പർ ആകെ 2 മാത്രമേ വന്നിട്ടുള്ളൂ ഫാക്ടർ ആയിട്ട്. അത് എത്ര പ്രാവശ്യം വന്നു? 8 പ്രാവശ്യം വന്നു. അപ്പൊ 8 + 1 9. അങ്ങനെയാണ് 9 ഫാക്ടേഴ്സ് ആണ് മനസ്സിലായത്. ഇതിനിപ്പോ ടേബിൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, ബിക്കോസ് വേറെ കോമ്പിനേഷൻ ഒന്നും എടുക്കാനില്ല. 2 മാത്രം, 2ന്റെ കോമ്പിനേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 1 എന്തായാലും ഉണ്ടാവും, പിന്നെയോ 256 ഉണ്ടാവും. പിന്നെ ബാക്കി ആരൊക്കെയാ വരുന്നത്? 2 വരുന്നുണ്ട്. പിന്നെ 2 പ്രാവശ്യം 2 എടുക്കാലോ, 2 × 2 അതായത് 4 വരുന്നുണ്ട്. പിന്നെ 2 × 2 × 2 അതായത് 8 വരുന്നുണ്ട് ഫാക്ടർ ആയിട്ട്. പിന്നെ 8 × 2 അല്ലെ, പിന്നെ കൂടി കൂടി വരും. അങ്ങനെ 8 വരെ പോണം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ആദ്യം നമ്മള് 2 ഒറ്റയ്ക്ക് എടുത്തു, 2 2 എടുത്തു, 3 2 എടുത്തു. ഇനി നമുക്ക് 4 2 എടുക്കാം. 2 × 2 × 2 × 2. 2 4 അല്ലേ, 4 2 8, 2 2 16. അങ്ങനെയാണ് ഈ 16 കിട്ടിയത്, 16. ഇനി വീണ്ടും 5 പ്രാവശ്യം വരും അല്ലേ, 2 × 2 × 2 × 2 × 2. ഇവിടം വരെ നമ്മളിപ്പോ തൊട്ട് മുമ്പ് മൾട്ടിപ്ലൈ ചെയ്തതല്ലേ, 16 അല്ലായിരുന്നോ? 16 × 2 32, അടുത്ത ഫാക്ടർ. ഇനി അതേപോലെ തന്നെ ഇപ്പം 5 പ്രാവശ്യം എടുത്തിട്ടുണ്ട്, ഒരു 2 കൂടി ഇട്ട് കൊടുത്താൽ അതും ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അതായത് 32 × 2 64. ഇപ്പൊ എത്രയായി? 1 2 3 4 5 6 ആയിട്ടുള്ളൂ. ഇനി 7, അടുത്ത ഒരു 2 കൂടി കൊടുക്കാം. അതായത് 64 × 2 ആണത് അല്ലേ. 6ന്റെ ഡബിൾ 12, 4ന്റെ ഡബിൾ 8, 128. പിന്നെയോ ഒരെണ്ണം കൂടി പറ്റും, ഒരു 2 കൂടി കൊടുക്കാം അല്ലെ. 1 2 3 4 5 6 7 കഴിഞ്ഞു. എട്ടാമത്തെ 2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 128ന്റെ ഡബിൾ ആണ്. 128 × 2 എന്ന് പറയുന്നത് 256 തന്നെയാണ്. അപ്പൊ നോക്കി എത്ര ഫാക്ടർ ആയി? 1 2 3 4 5 6 7 8 9. 9 ഫാക്ടേഴ്സ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ എത്ര ഫാക്ടർ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് വെക്കണം. അപ്പൊ എവിടെയെങ്കിലും നമുക്ക് തെറ്റിപ്പോയോ എന്ന് അറിയാൻ എളുപ്പമുണ്ടാവും. അടുത്ത നമ്പർ തന്നേക്കുന്നത് 625 ആണ്. നമുക്ക് നോക്കാം. ആദ്യം അപ്പൊ എപ്പോഴും പ്രൈം ഫാക്ടറൈസേഷനാണ്. പ്രൈം നമ്പേഴ്സ് ഓർത്ത് വെക്കണം. 2 3 5 7 11 13 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ 625നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിവിസിബിലിറ്റി റൂൾ നന്നായി പഠിക്കണം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് എളുപ്പമാവും കേട്ടോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതിലെന്തായിരുന്നു റൂള്? ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കണം. 6 + 2 + 5 ചെയ്ത് നോക്കാം. 6 + 2 7 അല്ലേ? ആണോ? അല്ല, 6 + 2 8. 8 + 5 13. 13 3യുടെ ടേബിളിലുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ 625 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വരുന്നയാള് 5. ഇതിന്റെ അറ്റത്ത് 5 ഇരിക്കുമ്പോഴേ മനസ്സിലാവും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 625നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ നമ്പർ ഇവിടെ ഡിജിറ്റ് ഇരിക്കുന്നത് 6 ആണ്. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 × 5 5 ആണ്. 5 അവിടുന്ന് പോയാൽ ബാക്കി ഒരു 1 ഉണ്ട് അല്ലെ. 6 ആയിരുന്നു, അതിൽ നിന്ന് 5 മാറ്റിയാൽ ബാക്കി 1 ഉണ്ട്. പിന്നെ വരുന്നത് 1ഉം ഈ 2 കൂടി ചേർത്ത് 12. 12നകത്ത് എത്ര 5 ഉണ്ടാവും? 2 5s ഉണ്ട് 12നകത്ത് അല്ലെ. 2 5s are 10. അപ്പൊ 12 ആയിരുന്നു നമ്മുടെ കയ്യിലുള്ള നമ്പർ. 12ന്ന് 10 മാറി, ബാക്കി 2 ഉണ്ട്. 25. 25ൽ 5 ടൈംസ്. ഇതിങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ പോയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. 1 × 5 5 എന്ന് വന്നു. പിന്നെ സബ്ട്രാക്ട് ചെയ്തു, അടുത്ത ഡിജിറ്റ് എടുത്തു 12 ആക്കി. 2 × 5 10 ആക്കി. ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്തു 2 വന്നു. നെക്സ്റ്റ് ഡിജിറ്റ് ഇങ്ങോട്ട് എടുത്തു 5 വന്നു. 25 ആയി. 25ൽ 5 ടൈംസ്. അപ്പൊ ഇവിടെ 25 എന്നിട്ട് 0. ഇത്രേ ഉള്ളൂ. കണ്ടോ? 125. അതെല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റും, ഇതുപോലെ ചെയ്യാൻ പഠിച്ചാല്. ഇനി ഇപ്പൊ കിട്ടിയ നമ്പറിന്റെ അറ്റത്തായി ഇരിപ്പുണ്ട് 5 ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് 5 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാലോ. ഇനി ഇവിടെ 1 ഡിവിസിബിൾ അല്ല 5 കൊണ്ട്. അപ്പൊ 12 എടുത്തു. 12ല് 2 × 5 ഓക്കെയാണ്. 2 × 5 10.
ബാക്കി ഇവിടെ 2 ഉണ്ട് 25 ആയി അല്ലേ. ഈ 2ഉം ഈ 5ഉം കൂടി ചേർത്ത് 25 ഉണ്ട്. 25ൽ 5 ടൈംസ്. വീണ്ടും ഇത് നമുക്ക് പരിചയമുള്ള നമ്പർ 25 എന്ന് പറഞ്ഞാൽ 5 × 5 ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു 5ഉം കൂടി ഇട്ടോ, കാരണം ചിലപ്പോൾ കുട്ടികൾ ഈ താഴെ കിടക്കുന്ന 5 എടുക്കാൻ മറന്നു പോകുന്ന ആളുകളുണ്ട്. എന്നാ ഓക്കെ, അപ്പൊ 625നകത്ത് 5 ആണ് ആകെ വന്ന പ്രൈം നമ്പർ ഫാക്ടറേറ്റ് അല്ലേ. 5 × 5 × 5 × 5. വേറെ ആരുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും ഫാക്ടേഴ്സ്? ഇതിനിപ്പോ കോളം ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ആകെപ്പാടെ ഒരേ ഒരു പ്രൈം നമ്പർ ആണ് ഫാക്ടറായിട്ട് ഇരിക്കുന്നത്. പ്രൈം ഫാക്ടേഴ്സിൽ ആകെ 5 മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കോളം ഇതൊന്നും വരയ്ക്കണ്ട. അതിന് പകരം 1 ഉണ്ടാവും, ഉറപ്പാണല്ലോ. പിന്നെ ഒരു 5 ഉണ്ടാവും. ഇങ്ങനെ മാറി മാറി എടുക്കുവാണ്. ആദ്യം ഒരു 5 എടുക്കും, പിന്നെ 5 × 5 വരും, അതായത് 25 വരും ആണല്ലോ. ഇപ്പൊ 2 5 ആയി. ഇനി മൂന്നാമത്തെ 5 കൂടി എടുക്കുക. അപ്പൊ 25 × 5 125 വരും. പിന്നെ അടുത്ത 5 കൂടി എടുക്കുക, അപ്പോഴോ 625 വരും. ഇതിനകത്ത് എത്ര ഉണ്ടായിരുന്നു പ്രൈം ഫാക്ടേഴ്സ്? ഇപ്പൊ 5ന്റെ ഫാക്ടേഴ്സ് 5 തന്നെ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ 4 + 1 5 ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി എണ്ണ നോക്കിക്കേ, 1 2 3 4 5 ഫാക്ടേഴ്സ് എല്ലാരും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്ര പ്രാവശ്യം ഒരേ നമ്പർ വന്നോ അത് +1. അങ്ങനെയാണ് അതിന്റെ കണക്ക് കേട്ടോ. അങ്ങനെയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയുണ്ടെന്ന് അറിയുന്നത്. ഇനി അടുത്ത് തന്നിരിക്കുന്നത് 243 ആണ്. 243 ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. പിന്നെ ഉള്ളത് 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇത് നോക്കണം നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. 243ല് 2 എന്തായാലും പറ്റത്തില്ല. 2 + 4 + 3 എത്രയാന്ന് നോക്കാം. 2 4 6 3 9. ഈ 9 എന്ന് പറയുന്ന ആള് 3യുടെ ടേബിളിലുണ്ട്. അതുകൊണ്ട് 243നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 24ല് 3 8 അല്ലെ. 8 3 24. ആൻഡ് അടുത്ത ഡിജിറ്റ് 3. 3യില് 3 1 ടൈം 81. 81 8 + 1 9. ഓക്കെ, ഈ 81നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം ഈ കിട്ടിയ സമ്മില്ലേ, സം ഓഫ് ഡിജിറ്റ്സ്, അത് 3 മൾട്ടിപ്പിൾ ആയിരുന്നു. അപ്പൊ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. 8ല് 3 2 ടൈംസ് 6 ആണ്. ബാക്കിയോ 6 കഴിഞ്ഞ ബാക്കി 8ന്ന് 6 പോയ ബാക്കി 2 ഉണ്ട്, 21 ആയി. 21ല് 3 7 ടൈംസ്. വീണ്ടും 27 എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുണ്ട്, 3യുടെ ടേബിളിൽ ഇരിപ്പുള്ള ആളാണ്. 3 × 9 ആണ് 27. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 3 എന്ന് വന്നു. ഓക്കെ, ഈ 3 എടുക്കാൻ മറന്നു പോകാണ്ടിരിക്കാൻ നമുക്ക് ഒന്നും കൂടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കി ഇട്ടേക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് 243ക്കകത്തുള്ള പ്രൈം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൈം എന്ന് പറയുന്നത് ആകെ 3 മാത്രമേ ഉള്ളൂ. എത്ര പ്രാവശ്യം വന്നു? 1 2 3 4 5. അപ്പൊ 3 × 3 × 3 × 3 × 3 1 2 3 4 5. അപ്പോൾ ഇതിനകത്തും ഈ പറഞ്ഞ കോളം ഒന്നും വരയ്ക്കണ്ട. ആകെപ്പാടെ 3 മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രൈം നമ്പേഴ്സിൽ ഫാക്ടർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. 1 എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ ഒരു 3 എടുത്തു, അപ്പൊ 3. പിന്നെ 2 3 എടുത്തു, അപ്പൊ എത്രയായി? 3 × 3 9. പിന്നെ 3 3 എടുത്തു, അപ്പൊ 9 × 3 27. പിന്നെ 4 3 ആക്കി, അപ്പൊ 27 × 3 ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടും. 20 തൊട്ട് മുകളിലുള്ള നമ്പറാ 81. പിന്നെ ഒന്നും കൂടി എടുത്തു അല്ലെ. ആകെ 5 3 ആയിരുന്നു അവിടെ ഇരുന്നത്. 5 ടൈംസ് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നത്. അപ്പൊ അടുത്ത 3 കൂടി എടുക്കുമ്പോൾ 81 × 3 അതേ ഇവിടെ ഇരിക്കുന്ന നമ്പർ 243. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടോ? നമ്മൾ എഴുതിയപ്പോ ആരെങ്കിലും മിസ്സായോ എന്നറിയാൻ ഇവിടെ പോയി എണ്ണി നോക്കാം. 5 അല്ലെ. ഇവിടെ നമ്പേഴ്സ് 1 2 3 4 5. 5 + 1 6 ഫാക്ടേഴ്സ് ആണ് വരേണ്ടത്. നോക്കാം. 1 2 3 4 5 6. ഓക്കെയാണ്, എല്ലാരെയും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്പർ നോക്കാം. 343. ഓക്കെ, 343 കാണുമ്പോഴേ അറിയാം മോഡാണ്. 2 കൊണ്ട് എന്തായാലും പറ്റത്തില്ല അല്ലെ. 2 3 5 7 11 ഈ നമ്പേഴ്സ് ഒക്കെ വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പൊ 2ന്റെ കാര്യം തീരുമാനമായി, പറ്റത്തില്ല. ഇനി 3 പറ്റുമോ നോക്കണമെങ്കിൽ 3 + 4 + 3 നോക്കണം. 3 3 6 4 10. 10 ഉണ്ടോ 3യുടെ ടേബിളില്? ഇല്ല. അപ്പൊ 3യും പറ്റത്തില്ല, 2ഉം പറ്റത്തില്ല. അയ്യോ, ഇനിയിപ്പോ 5 പറ്റുമോ? 5 പറ്റത്തില്ല. അറ്റത്തിരിക്കുന്നയാള് 5 അല്ല, അതുകൊണ്ട് 5ഉം പറ്റത്തില്ല. അതും തീരുമാനമായി. ഇനി 7 ആ. 7 ഉള്ള റൂളൊക്കെ ഉണ്ട്, പക്ഷെ അത് കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് നമുക്കത് വിട്ടേക്കാം. ചുമ്മാ പോയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഭേദം. 343 ÷ 7. അപ്പോ 7ന്റെ ടേബിളിൽ 35 ഉണ്ടല്ലേ, 5 ടൈംസ്. അത് പറ്റൂല. ഇവിടെ 34 അല്ലേ ഉള്ളൂ. അപ്പൊ 4 ടൈംസ് എടുത്തേക്കാം. 7 4 28.
അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ ഇവിടെ 6 വന്നു 3 വന്നു അല്ലേ? 6 എങ്ങനെയാ വന്നത്? ഞാൻ ചാടിക്കേറി എഴുതിയോ? നമുക്ക് 4ന്ന് 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 3നെ കട്ട് ചെയ്ത് ഇവിടെ 2 ആക്കും. ആ 1 എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. 14 ആവും. ഇതൊക്കെ മനസ്സിൽ ചെയ്താലും മതി. 14 മൈനസ് 8 ആണ് 6 പെട്ടെന്ന് വന്നത്. ഓക്കെ, അപ്പൊ 63ൽ ഇപ്പോ 9 ടൈംസ് 7 63 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലായത്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കണ്ടോ? റിമൈൻഡർ 0 കിടക്കുന്നത് കണ്ടോ? അപ്പൊ 343 ഈസ് ഡിവൈഡഡ് ബൈ 7. എന്തായാലും ആൻസർ ഇവിടെ ഇരിപ്പുണ്ട് 49. അതാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. 49 നമുക്കറിയാം 7ന്റെ ടേബിളിലുള്ള ആളാ. 7 × 7 49. അപ്പോഴോ 343ക്കകത്ത് ആകെ ഒരു പ്രൈം നമ്പറെ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. അത് 7 ആണ്. 7 × 7 × 7 അതാണ് 343. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് എഴുതണം അല്ലെ? 1 തുടങ്ങുമ്പോഴേ 1 എഴുതാൻ മറന്നു പോയി കേട്ടോ. 1 എല്ലാ നമ്പറുടെയും ഫാക്ടർ ആണ്. അപ്പൊ ആദ്യമേ 1 എഴുതി വെച്ചു. ഇനി ഇവിടെ 7 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കോളൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഒരു 7 എടുത്തു, പിന്നെ 2 7 എടുക്കാം. 7 × 7 49 ആയി. പിന്നെ ഒരു 7 കൂടി എടുക്കാം. ഇതിന്റെ ഇങ്ങോട്ട് നോക്കിയാലും മതി. 343. അപ്പൊ 3 പ്രാവശ്യമാണ് ഒരേ നമ്പർ റിപ്പീറ്റ് അടിച്ചു വന്നത് അല്ലെ? വേറൊരു നമ്പറോട്ട് വന്നിട്ടുമില്ല. അപ്പൊ 3 + 1 4 ഫാക്ടേഴ്സ് ആണ് വേണ്ടത്. 1 2 3 4 എല്ലാവരും സെറ്റ് ആണ്, റെഡിയാണ്, കറക്റ്റാ. അടുത്ത നമ്പർ 121 ആണ്. അപ്പോ 21 2 കൊണ്ട് പറ്റുമോ? പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ? നോക്കട്ടെ. 1 + 2 + 1 4 അല്ലേ സം വരുന്നത്? 4 എന്ന് പറയുന്ന ആള് 3യുടെ ടേബിളിൽ ഇല്ല. അപ്പൊ 3യും പറ്റത്തില്ല. പിന്നെ 5 അറ്റത്തിരിക്കുന്ന ആള് 5 അല്ലല്ലോ. അപ്പൊ അതും പറ്റത്തില്ല. 5 അല്ലെങ്കിൽ 0 ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പിന്നെ ഉള്ളത് ഒരു 7 ആണ്. പോയി. 7 കൊണ്ട് പറ്റുമോ നോക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കണം. 1 ടൈംസ് 7 പറ്റുള്ളൂ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. 51 നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 7. കണ്ടോ? 51ൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 7ഉം അല്ല. പിന്നെ ആരായിരിക്കും? 11 ആവാനാ ചാൻസ് അല്ലേ? 11 ഒരു റൂൾ ഉണ്ട്, നമുക്ക് അടുത്ത കൊല്ലം പഠിക്കാം. ഇപ്പോഴേ കുഞ്ഞു കുട്ടികളെല്ലാം കൂടി പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പൊ 121നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 ടൈംസ് 11 11 വന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 1, ഇവിടെയും 1, വീണ്ടും 1 അല്ലെ? 1 1 വന്നു 0. ഓക്കെ, എനിവേസ് 11 × 11 ആയിരുന്നു 121. മനസ്സിലായോ? അതായത് 11 കൊണ്ട് 121 ഡിവൈഡ് ചെയ്തപ്പോൾ 11 തന്നെയാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 121 ഈസ് സെയിം ആസ് 11 ടൈംസ് 11. 11 ഒരു പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് ഇനിയിപ്പോ വേറെ ആരെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇപ്പൊ ദൈവം സഹായിച്ച ആകെപ്പാടെ ഒരൊറ്റ പ്രൈം നമ്പർ വന്നിട്ടുള്ളൂ. പിള്ളേർക്ക് എളുപ്പമാണല്ലോ അപ്പോ അല്ലേ? കോളൊന്നും വരയ്ക്കണ്ട. 1 ആദ്യമേ എഴുതാം. പിന്നെ ഒരു 11 എടുത്തു, 2 11 എടുത്താൽ 121. ഇവിടെ ആണെങ്കിൽ ഒരേ പ്രൈം നമ്പർ റിപ്പീറ്റ് അടിച്ചു വന്നത് 2 പ്രാവശ്യമാണ്. സോ 2 + 1 3 ഫാക്ടേഴ്സ് വേണം. 1 2 3 എല്ലാവരും സെറ്റ് ആണ്. ഇത് തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാ. വിച്ച് ആർ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി ആലോചിച്ചേക്കാം. വിച്ച് ആർ ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 100 ഹാവിംഗ് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു ചെറിയ ചേഞ്ച് ഇവിടെ വരുത്തുവാണേ. ഹാവിംഗ് എക്സാക്ട്ലി ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. നമ്മളിപ്പോ കണ്ട ഫാക്ടേഴ്സില് ശ്രദ്ധിച്ചു നോക്കിയോ. ഇവിടെ എത്രയായിരുന്നു ഫാക്ടറിന്റെ എണ്ണം? 4 ആയിരുന്നു അല്ലേ? കേട്ടോ, മിക്കവാറും ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും വരിക. ഇവിടെ 4 ആണ് ഫാക്ടേഴ്സ് വന്നത്. എണ്ണം ആട്ടോ പറയുന്നത്. ഇത് തൊട്ട് മുമ്പത്തെ നമ്പർ 625 നോക്കണ്ട. വേറെ ആരാ? 256. പൊതുവേ എന്നാ ഞാൻ പറഞ്ഞത്. മിക്കവാറും എടുക്കുമ്പോ 72 എടുത്തപ്പോ കണ്ടോ, അവിടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 12 ആയിരുന്നു. അപ്പോ ഈ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്നത് 256ല് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് 9 ഫാക്ടേഴ്സ്. ഈ 256 ഒരു പ്രത്യേകതയുണ്ട്. അത് വലിയ ക്ലാസ്സിൽ നമ്മൾ ഒന്നും കൂടി പഠിക്കും പിന്നീട്. 256 എന്ന് പറഞ്ഞാലേ 16 ടൈംസ് 16 ആണ്. ഓക്കെ, ഒരേ നമ്പർ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോ കിട്ടിയ നമ്പർ, അതാണ് അതിന് പ്രത്യേകത. സ്ക്വയർ നമ്പർ എന്നാ പറയാം. വലുതാകുമ്പോ പഠിക്കും അതൊക്കെ. അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് പൊതുവെ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സിൽ വരുന്നത്. ഇതിലാണോ 625ൽ എത്ര ഫാക്ടർ ഉണ്ടായിരുന്നു നോക്കിയേ. 625ൽ ഓഡ് നമ്പർ ആയിരിക്കും ഉറപ്പാ. അതെ, 5 ഫാക്ടർ ആയിരുന്നു. ഓഡ് നമ്പർ 5. അപ്പൊ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കിട്ടുന്നത് 625ൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 625 ഒരു സ്ക്വയർ നമ്പർ ആയോണ്ടാ.
രണ്ട് പ്രാവശ്യം 25 × 25 ആണ് ശരിക്കും പറഞ്ഞാൽ 625. ഇത് ഇപ്പൊ പഠിക്കണ്ട കേട്ടോ, ഞാൻ ഇത് പറഞ്ഞു തരാൻ വേണ്ടി മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാ. സ്ക്വയർ നമ്പേഴ്സ് ആണ് പൊതുവെ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സിനായിട്ട് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ 9 ആയിരുന്നു അല്ലേ? ആയിരുന്നോ? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 1 2 3 4 5 6. നോ, 6 ഫാക്ടേഴ്സ് ആയിരുന്നു. ഓക്കെ ഓക്കെ, 6 ഫാക്ടേഴ്സ് ആയിരുന്നു ഇവിടെ വരുന്നത്. അപ്പൊ അത് വേണ്ട. 343, അതിനകത്ത് വന്നത് 4 ഫാക്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതും സ്ക്വയർ നമ്പർ അല്ല എന്ന് അർത്ഥമായി. സ്ക്വയർ നമ്പർ അല്ല. പക്ഷെ 121 അത് 11 × 11. കണ്ടോ, ഇത് സ്ക്വയർ നമ്പറാ. ഒരേ നമ്പർ തന്നെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അവർക്കെല്ലാം ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ 1ന്റെയും 100ന്റെയും ഇടയിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നാണ് ചോദിക്കുന്നത്. എക്സാക്ട്ലി ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ അതിനകത്ത് നമുക്ക് തുടങ്ങാം. 2 × 2, ഒരേ നമ്പർ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് അതിന്റെ അർത്ഥം. ഒരേ നമ്പർ തന്നെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ ഈ കിട്ടുന്ന നമ്പർ ഒന്നും എങ്ങനെയാവരുത്? 100ന്റെ മുകളിലോട്ട് പോകരുത്. ഇവിടെ ക്വസ്റ്റിനകത്ത് 1ന്റെയും 100ന്റെ ഇടയിലാന്നാ ചോദിച്ചേക്കുന്നില്ലേ? അപ്പൊ 1ഉം പറ്റുമോ? 1 × 1ഉം പറ്റും. 1, 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25, then 6 × 6 36, 7 × 7 49, 8 × 8 64, 9 × 9 81, 10 × 10 എടുത്താൽ എന്ത് പറ്റും? 100 വരും അല്ലേ? 10 × 10 100. പക്ഷേ ഇത്ര ആൾക്കാരേ ഉള്ളൂ എന്ത്? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 100 ആയിട്ട്. ബാക്കി എല്ലാവർക്കും ഫാക്ടേഴ്സ് എടുത്തു കഴിയുമ്പോൾ ഈവൺ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഉറപ്പാ. ഈവൺ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ വേറെ ആയിരുന്നു. ഇങ്ങനെയായിരുന്നേ. വിച്ച് ആർ ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 100 ഹാവിംഗ് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ്? 3 ഫാക്ടർ മാത്രമേ വരാൻ പാടുള്ളൂ. 3 ഫാക്ടറേ വരാൻ പാടുള്ളൂ. അപ്പൊ 2 ഫാക്ടർ എല്ലാ നമ്പറിനും ഉണ്ടല്ലോ. ഏത് നമ്പർ എടുത്താലും 2 ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ഞാൻ 5 എടുത്തു എന്ന് വെച്ചോ, 5 ഒരു പ്രൈം നമ്പറാ. ഏതൊക്കെയാ ഫാക്ടേഴ്സ്? 1ഉം ഉണ്ട് 5ഉം ഉണ്ട്. 2 ഫാക്ടർ എല്ലാ നമ്പറിനും ഫ്രീ ആണ്. ഇപ്പൊ ഞാൻ 11 എടുത്തു, 11ഉം പ്രൈം നമ്പറാ. അയാൾക്ക് പോലും ഉണ്ട് 2 ഫാക്ടർ, 1ഉം ഉണ്ട് 11ഉം ഉണ്ട്. അപ്പോ ഹാവിങ് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും എന്നറിയാമോ? നമ്മളിപ്പോ എഴുതിയ സ്ക്വയർ നമ്പേഴ്സ് ഇല്ലേ, അതിലെ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ 2ന്റെ സ്ക്വയർ. 3 ഒരു പ്രൈം നമ്പർ അല്ലേ? 3യുടെ സ്ക്വയർ. പിന്നെ അടുത്ത പ്രൈം നമ്പർ ആരാ? 2 കഴിഞ്ഞ് 3 കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രൈം നമ്പർ 5, പിന്നെ 7, പിന്നെ 11, അങ്ങനെയാ പോകുന്നത് അല്ലെ പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ 2ഉം 3ഉം കഴിഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, 11ന്റെ സ്ക്വയർ 121 ആ, എബവ് 100 ആ. അപ്പൊ അത് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ 4 9 25 49, ഈ 3 പേർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ച സംഭവം 3 ഫാക്ടേഴ്സ്, 3 ഫാക്ടർ മാത്രമേ ഈ പറഞ്ഞ നമ്പേഴ്സിന് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതും അതിനകത്ത് കുറച്ച് തിയറി കാര്യങ്ങളും. ഇനി നമുക്ക് ഒരെണ്ണം കൂടി കണ്ടുപിടിച്ചാലോ? ഒരു ഫാക്ടറും കൂടി കണ്ടുപിടിക്കാൻ തുടങ്ങാം. വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെക്സ്റ്റില്, അതും കൂടി ചെയ്ത് നോക്കാം. ഇതിന്റെ ഒപ്പം ഒന്ന് പഠിച്ചാൽ നിങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമല്ലോ. ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് 242 ആണ്. സോ 242 ആദ്യം എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ എന്താ പറയാ, ഏതൊക്കെയാ പ്രൈം നമ്പർ? മറക്കൂലല്ലോ, ഞാൻ എപ്പോഴും എഴുതണോ? 2 3 5 7 11 ഇങ്ങനെ പോകുന്നവരാണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിനെ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണ്. ഈവൺ നമ്പർ ആണല്ലോ, അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 എഴുതി. ഇനി 2 ഡിവൈഡ് ബൈ 2 1, 4 ഡിവൈഡ് ബൈ 2 2, 2 ഡിവൈഡ് ബൈ 2 1, 121. 121 കുറച്ചൊന്നും നമ്മൾ കണ്ടുപരിചയമുണ്ട് അല്ലേ? 121 എന്ന് പറഞ്ഞാൽ ആരാ? 11 × 11. ഓക്കെ, അപ്പൊ ഇയാൾ ഇനി 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 11 എഴുതി. 11 × 11 ആണ് 121. ഇനി അപ്പൊ ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആയില്ലേ? ഇപ്പൊ 242 എന്ന് പറയുന്നത് 2 × 11 × 11 ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് നോക്കുവാണെങ്കിൽ 2 ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ.
11 ആണെങ്കിലോ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 1 + 1 2 + 1 എടുക്കണം. 1 + 1 2 2 + 1 3. ഈ കിട്ടിയ രണ്ട് നമ്പറും ഇല്ലേ, മൾട്ടിപ്ലൈ ചെയ്തോ 6 ഫാക്ടേഴ്സ് ഇവർക്കുണ്ട്, അതായത് 242 ഇനി നമുക്ക് എങ്ങനെ ഈ 6 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പൊ 2 ആണല്ലോ ആദ്യം വന്നത് അല്ലെ. അപ്പൊ നോ 2 1 2 2 എഴുതാൻ പറ്റത്തില്ല, കാരണം ആകെ ഒരു 2 അതിനകത്തുള്ളൂ. ഇനി 11 നോക്കാം. അപ്പോഴും നോ 11 1 11 2 11. ഇങ്ങനെയാണ് കോളം വരുന്നത്, കാരണം 2 11 അതിനകത്ത് ഇരിപ്പുണ്ട് അല്ലേ. പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോ 2 11 കിട്ടിയായിരുന്നല്ലോ, അതാണ്. ഇനി നമുക്ക് ഈ പറയുന്ന നമ്പർ ആരാ, നോ 2 എന്ന് പറഞ്ഞാൽ അത് ആരാണ്, 1 ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന നമ്പർ 1 ആണ്. ഈ കോളത്തിലോട്ട് മുഴുവനും അപ്ലൈ ചെയ്യാൻ പോകുന്നത് 1 ആണ്. 1 2 എന്ന് പറഞ്ഞാൽ ആകെ ഒരു 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. നോ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 11 11 ആണ്. 2 11 എന്ന് പറഞ്ഞാൽ 11 × 11 121 ആണ് ഇവിടെ ഇരിക്കുന്ന നമ്പർ. ഇനി നമ്മുടെ ഗെയിം ആണ്. ഗെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോയും കോളവും മൾട്ടിപ്ലൈ ചെയ്യലാണ്. 1 × 1 1 1 × 2 2. ഇനി 11 × 1 11 11 × 2 22. 121 × 1 121 121 × 2 242. ഇപ്പൊ എല്ലാ ഫാക്ടറും കിട്ടി. 1 2 11 22 121 242. 1 2 3 4 5 6 ഫാക്ടേഴ്സ് എല്ലാരും കിട്ടിയിട്ടുണ്ട്. എളുപ്പമല്ലേ. ഇനി അടുത്തത് നോക്കിയാലോ, 225. അപ്പോഴും പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 2 3 5 7 11 അങ്ങനെയാണ് പോകുന്നത്. 225 2 കൊണ്ട് പറ്റത്തില്ല. 3 കൊണ്ട് പറ്റുമോ? 2 + 2 + 5 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 × 3 21. 21 ആയുള്ളൂ. 22 ഉണ്ട്. അപ്പൊ ഒരു 1 ഇവിടെ ബാക്കിയുണ്ട്. 15. 15 ഓക്കെ 3 ആയിരുന്നു. അപ്പം 5 × 3 15. 75. 7 + 5 12 ആണ്. അപ്പൊ 12 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇയാൾ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 × 2 6 വന്നു. 6 7 നിന്ന് പോയാൽ ബാക്കി 1 ഉണ്ട്. 15. 15 3 5 ടൈംസ്. 25 എത്തിക്കഴിഞ്ഞാൽ പിന്നെ 5 കൊണ്ടേ പറ്റുള്ളൂ അല്ലെ. 5 × 5. ഇപ്പൊ എന്താ കിട്ടിയത്? 225 എന്ന് പറയുന്നത് 3 × 3 × 5 × 5 ആണ്. ഇനി പ്രൈം ഫാക്ടേഴ്സ് ഒരേപോലത്തെ നമ്പേഴ്സിന്റെ ഗ്രൂപ്പ് നോക്കിക്കോട്ടോ. 3 ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 5 ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 + 1 2 + 1 എടുത്തു. 2 + 1 3 3 ഇവിടെ നിന്നും വന്നത് 3 3 × 3 9. 9 ഫാക്ടേഴ്സ് ഈ നമ്പറിന് ഉണ്ടെന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കണം. എന്നാ പിന്നെ നമുക്ക് തെറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി ആ 9 ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ്. 2 പ്രൈം നമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഫാക്ടറൈസ് ചെയ്ത് വന്നപ്പം 2 പ്രൈം നമ്പർ ഉണ്ട്. അപ്പോ 3 ഉം 5 ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം. നോ 3 1 3 2 3 ഉണ്ടോ. 1 3 2 3 2 3 മാക്സിമം ഇതിനകത്തുനിന്ന് കിട്ടുള്ളൂ. 5 ഇതുപോലെ തന്നെ. നോ 5 1 5 2 5. ഓക്കെ, ഇങ്ങനെയാണ് റോയും കോളവും വരുന്നത്. ഇനി ഈ മെത്തേഡ് പഠിക്കണം കേട്ടോ, കാരണം ഈ മെത്തേഡ് വെച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ അവസാനം കിടപ്പുണ്ട്. സോ ഈ മെത്തേഡ് നന്നായിട്ട് പഠിക്കണം. ഇനി ഈ പറയുന്ന നമ്പർ ആരാന്ന് നോക്കാം. നോ 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ. 2 3 എന്ന് പറഞ്ഞാൽ 3 × 3 9 ആണ് ഈ കോളത്തിൽ വരുന്നത്. നോ 5 എന്ന് പറഞ്ഞാൽ 1 1 5 എന്ന് പറഞ്ഞാൽ 5 2 5 എന്ന് പറഞ്ഞാൽ 5 × 5 25 ആണ് ഈ ഒരു റോയിൽ വരുന്നത്. ഇനി നമുക്ക് കളിക്കുകയാണ്. ഗെയിം 1 × 1 1 1 × 3 3 1 × 9 9 5 × 1 5 5 × 3 15 5 × 9 45 25 × 1 25 25 × 3 75 25 × 9 25 × 9 ഒന്ന് പോയി ചെയ്ത് നോക്കിയേക്കാം. 9 5 45 4 9 2 18 4 22 225. അല്ലെങ്കിൽ ഇപ്പൊ അറ്റത്ത് ചെയ്യാൻ പോകുന്ന നമ്പർ ഈ വന്ന നമ്പർ തന്നെയാണെന്ന് അറിയായിരുന്നു. എന്നാലും കുട്ടികൾക്ക് അത് ചെയ്ത് നോക്കിയ ഒരു പ്രാക്ടീസ് ആയിരുന്നു.
അപ്പോ നോക്കിക്കേ 9 ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചായിരുന്നു 9 ആ ഫാക്ടേഴ്സ്. ഇപ്പൊ ഇതിനകത്ത് ഇല്ലെന്ന് നോക്കിയാൽ 9 ഫാക്ടേഴ്സ് 1 2 3 4 5 6 7 8 9 എല്ലാവരും റെഡിയാണ്. ഇത് തന്നെയാണ് ഫാക്ടേഴ്സ് 1 3 9 5 15 45 25 75 225. കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇന്നിപ്പോ ഒത്തിരി നേരമായില്ലേ. ഓക്കെ, താങ്ക് യു.